സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ്. കാക്കനാട് എറണാകുളം റൂട്ടിലുള്ള വാഴക്കാല എന്ന സ്ഥലത്താണ് ഈ ഒരു ലക്ഷറി വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ ഒരു വീട് ഏകദേശം 6.25 സെന്റ് സ്ഥലത്ത് 3332 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നും നല്ലൊരു വ്യൂ ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും എറണാകുളം ടൗണ് അതേപോലെ തന്നെ ഇടപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് വെറും 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യുന്ന ഗേറ്റുകൾ തുറന്ന് അകത്തേക്ക് കൊടുക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ്. വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 6ൽ കൂടുതൽ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിനായി ലഭിക്കുന്നുണ്ട്. 2 സൈഡും റോഡ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് 2 സൈഡിലും ഏകദേശം 3 മീറ്ററോളം ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാലാരിവട്ടം ബൈപ്പാസിലേക്ക് വെറും 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് എറണാകുളം ടൗണിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻതടിയിലാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ട്രെൻഡിൽ തന്നെയാണ് ടൈലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ആ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ 2ാമത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. അവിടെയും നല്ലൊരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് കൗണ്ടറും കാണാൻ സാധിക്കും. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ടാണ് പാർട്ടീഷൻ വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. കംപ്ലീറ്റ് ഒരു വുഡൻ ടച്ചിൽ തന്നെയാണ് ഈ ഒരു കിച്ചന്റെ നിർമ്മാണം. കിച്ചൺ ടോപ്പിനായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ വീടിന്റെ ബാക്ക് സൈഡിലായി നല്ലൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പൊ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ളൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് വാർഡ്രോബുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സവിശേഷതയാണ് ബാത്റൂമുകൾ. വളരെ വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് 4 ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. കൂടാതെ ലേറ്റസ്റ്റ് രീതിയിലുള്ള ടൈലുകളാണ് ബാത്റൂമിലെല്ലാം നൽകിയിരിക്കുന്നത്. ഹിൻഡ്വെയറിന്റെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. മനോഹരമായ ടൈലുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസിലും വുഡിലുമായിട്ടാണ്.
വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ്. നല്ല ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെയാണ് മുകളിലത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്നാൽ നമ്മുടെ താഴത്തെ നിലയിലെ ലിവിംഗ് ഏരിയ കാണാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. നല്ലൊരു TV യൂണിറ്റും ഈ ഒരു ഹാളിൽ നൽകിയിട്ടുണ്ട്. നമ്മളുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും സവിശേഷത. നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും നൽകിയിരിക്കുന്നത്. ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു സ്റ്റഡി ഏരിയയും ഈ വീടിനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ അവിടെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡ് റെയിൽ SS സ്ക്വയർ പൈപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ടൗണിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായി ഉദ്ദേശിക്കുന്ന വില ഏകദേശം 2,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുവേണ്ട ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ Facebook ആൻഡ് Instagram പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.